ഏത് പുരുഷനായിക്കോട്ടെ സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം. ഞാൻ ഹൈറ്റ് കുറച്ച് കുറവാ, ഒരു പടി മുകളിൽ നിന്നാ കുഴപ്പമുണ്ടോ? വാവ്, കോമഡിയാണ് ഉദ്ദേശിച്ചത്. ചളിയായി പോയി. ബാക്കി പറ. നിങ്ങൾ എന്തിന്റെ ബേസിസിലാണ് ഒരു പടി താഴെ നിൽക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മോളെ കാലെ തൊട്ട് വണങ്ങി അടിമയായിട്ട് നിൽക്കണം എന്നല്ല അവര് പറഞ്ഞത്. അവര് പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഭർത്താവിനെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകാ എന്ന് അവര് ഉദ്ദേശിച്ചത്. അത് നീ അങ്ങ് വളർത്തി പിടിച്ച് വേറെ രീതിയിലോട്ട് അങ്ങ് ആക്കി. സെറിബ്രൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലാണെങ്കിൽ എത്രയോ സ്ത്രീകൾ ഇപ്പോഴും ഇവിടെ ഹൗസ് ടോസും ജോലിയും ഒരുപോലെ കൊണ്ടുനടക്കുന്നുണ്ട്. വീട്ടിലെ പണിയെടുക്കണം, നാട്ടിലും പോയി പണിയെടുക്കണം, എന്നിട്ട് കണക്കെല്ലാം നല്ലോണം മാനേജ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളല്ലേ ഒരുപടി മുന്നിൽ. അതെന്താ വീട്ടിലെ പുരുഷന്മാരെന്താ കാര്യങ്ങൾ നോക്കത്തില്ലയോ? അവര് കുട്ടികളെ നോക്കുന്നുണ്ട്, ഭാര്യയെ നോക്കുന്നുണ്ട്, അവരുടെ വീട്ടുകാരെ നോക്കുന്നുണ്ട്, പിന്നെ ഒന്നും അവർ ചെയ്യുന്നില്ലയോ? പിന്നെ പുരുഷന്മാർ അവരുടെ ജോബും എല്ലാം നോക്കി തന്നെ അവർ നടത്തുന്നത്. അവരുടെ വീട്ടുകാരെ കൊണ്ടുവന്നത് പിന്നെ പുരുഷന്മാരല്ലേ? സ്ത്രീകൾ മാത്രം കൊണ്ടുപോകത്തുള്ളൂ. പുരുഷന്മാർക്കും ഈക്വൽ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആരെന്നോട് പറഞ്ഞ പെണ്ണുങ്ങൾ മാത്രം കൊണ്ടുപോകത്തുള്ളത്. ബയോളജിക്കൽ ഡിഫറൻസ് ആണ് നിങ്ങൾ പറയുന്നെങ്കിൽ ജീവിതത്തിന്റെ മുക്കാഭാഗവും എല്ലാ മാസവും പീരിയഡ്സ് ആവും, അതിനിടയ്ക്ക് പ്രസവം, പലതരത്തിലുള്ള പെയിന്, പ്രഷർ, ഇത്രയൊക്കെ എൻഡ്യൂറൻസ് ഉള്ള സ്ത്രീകളെ തന്നെയല്ലേ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ഓട്ടെ, പീരീഡ്സും പ്രഗ്നൻസി ആയിട്ട് ഗേൾസ് തന്നെ വരത്തുള്ളൂ, സമ്മതിച്ച്. പക്ഷെ പ്രഷറും പെയിനും എന്താ ആൺപിള്ളേർക്ക് വരത്തില്ലയോ? അവരെന്താ മനുഷ്യരില്ലയോ? അത് നിങ്ങൾ മാത്രമുള്ള മനുഷ്യര്. മെന്റൽ സ്റ്റെബിലിറ്റിന്റെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനിച്ച് ഒരു പ്രായമാവുന്നത് വരെ ഗേൾ ആണെന്നുള്ളതിന്റെ പേരിൽ കൺട്രോൾ ചെയ്യപ്പെടുകയും കല്യാണം കഴിഞ്ഞതിന് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ കാലാകാലം ജീവിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾക്കല്ലേ ഏറ്റവും കൂടുതൽ മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ളത്. ഈ തളച്ചിക്ക് വട്ട ഇവിടെ എന്ത് ഈ പറയുന്നേ? ഫെമിനിസം മൂത്തവർക്ക് തലയിൽ കയറിയെന്ന് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടികളെ മാത്രമല്ല സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുന്ന, ആൺപിള്ളേരെയും സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഒരു കല്യാണം കഴിച്ച് കെട്ടിപ്പോയി കഴിഞ്ഞാൽ അടിമയായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പീഡം കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ കെട്ടാൻ പോകില്ല, സ്വന്തമായിട്ട് ജീവിച്ചു പോകണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലയോ? എന്റെ പൊന്നേച്ചി, ലോകത്തുള്ള എല്ലാ ജെൻഡർമാരുടെ താഴെയല്ല മുകളിലും അല്ല, ഈക്വൽ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്. പൊന്നു മോളെ, ഇവിടെ എല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ. ഈ സ്ത്രീകൾക്ക് ഉള്ളു ഇത്രയും ആനുകൂല്യം കിട്ടുന്നത്. ഏത് പുരുഷന് ഇത്ര ആനുകൂല്യം കിട്ടും? ഒരു പെണ്ണ് എന്തെങ്കിലും ചെന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചവനെ എടുത്ത് അകത്തിടും. പിന്നെ അവൻ ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയണ്ട. അങ്ങനത്തെ ഒരു സൊസൈറ്റി ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പറയാം നിങ്ങൾക്ക് പ്രയോറിറ്റി ഒന്നും കിട്ടുന്നില്ലെന്ന് നിങ്ങൾ പറയും. പുരുഷനാണ് ഒരു ഫാമിലിന്റെ ബ്രെഡ് വിന്നർ, അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ച് ഡോമിനൻസ് കൂടുതലാണെന്ന് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ച ഒരു സൊസൈറ്റിയിൽ നിന്നും പുറത്ത് കടന്ന് ആ ചങ്ങൽ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് നിങ്ങൾ പറയുന്നത് പുരുഷന്മാർക്കെല്ലാം ഫ്രീഡം കിട്ടുന്നു, സ്ത്രീകൾക്ക് ഫ്രീഡം കിട്ടുന്നില്ല, അവരെ പിടിച്ചു വെച്ചേക്കാണ്, അവർക്ക് ഈക്വാലിറ്റി കിട്ടുന്നില്ലെന്ന്. പക്ഷെ കിട്ടുന്ന മൊത്തം നിങ്ങൾക്കാ. ഞങ്ങൾക്കൊരു തേങ്ങയും കിട്ടുന്നില്ല. എന്തോ ചെയ്താലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ആണിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇത്രയും കാലം? ഇത്രയും ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എവിടെ വന്നാലും എന്ത് സത്യം എന്തുവാന്ന് അറിയത്തില്ല. അതിന് മുമ്പേ തന്നെ അങ്ങ് ആണിനെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കും. ഈ അവൻ കുറ്റം ചെയ്തെന്ന് ആക്കും. അതാണിപ്പം. ഇനി തെളിയിച്ചില്ലേലും തെളിയുന്നിടം വരെ അവൻ ആ കുറ്റക്കാരനാ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഇക്വാലിറ്റി കിട്ടുന്നില്ല. പക്ഷെ ശരിക്കും കിട്ടാത്ത ഞങ്ങൾക്ക് ഇക്വാലിറ്റി കിട്ടാത്ത, അല്ല നിങ്ങൾക്കല്ല. നിങ്ങൾ പറയുന്ന പുരുഷന്മാരെക്കാളും ബുദ്ധി എല്ലാം ഉള്ളത് നിങ്ങൾക്ക് തന്നെയാണ് പറയുന്നത്. ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നീ ഉപയോഗിക്കുന്ന ഈ ഫോൺ ഇത് ആരെ കണ്ടുപിടിച്ചത്? ഒരാണല്ലേ കണ്ടുപിടിച്ചത്? പോട്ടെ, ഈ ഒരു ആപ്പ് കണ്ടുപിടിച്ചത് ഒരാണല്ലേ കണ്ടുപിടിച്ചത്? അല്ലാതെ പെണ്ണല്ലല്ലോ കണ്ടുപിടിച്ചത്. ഇതാണ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് നീ ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ.